പ്രയാസങ്ങളും പ്രശ്നങ്ങളും പരിഹരിക്കാൻ അധ്യാപകരും രക്ഷിതാക്കളും ഉണ്ടായിരുന്നത് കൊണ്ടുമൊക്കെയാണ് നമ്മൾ ഇന്ന് അധ്യാപകരും അതുപോലെ മറ്റു ജോലികളൊക്കെ ഉള്ള ആളുകളായി മാറിയത്. അതുകൊണ്ട് എനിക്ക് ചിന്തയുടെ ഭാഗമായിട്ടാണ് ലോകം എന്നും എവർ ഇവോൾവിംഗ് വേൾഡ് ആയിട്ട് മാറുന്നത്. നമ്മുടെ വേൾഡ് എന്നും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് കാണുന്ന ലോകമല്ല നാളെ. പണ്ട് നമുക്ക് വീടുകളിലൊക്കെ അടിച്ചു വാരാനും അതുപോലെ മറ്റു ജോലികൾക്കും ഒക്കെ പലപ്പോഴും ആളുകൾ വന്ന് സഹായിക്കുന്ന ലോകം പിന്നീട് കൂടുതൽ ചിന്തിച്ചപ്പോൾ അത് യന്ത്രത്തിന്റെ ഉപയോഗത്തിലൂടെ മാറി. ഇപ്പോൾ തൂത്തുവാരാൻ വരെ റോബോട്ടുകൾ ഉപയോഗിക്കുന്ന വീടുകൾ നമ്മളിൽ ചിലർക്കൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ലോകം എന്നും ഇവോൾവ് ചെയ്ത് പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആരോഗ്യവും അതുപോലെ ചിന്തിക്കാൻ കഴിവുമുള്ള ഒരു സമൂഹം വളർന്നു വരുന്നത് വളരെ അത്യാവശ്യമാണ്. എന്നാൽ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം അത് മനുഷ്യനെ നശിപ്പിക്കും. നമുക്ക് ചിന്തയില്ലാത്ത മനുഷ്യരായി നമ്മൾ പല രീതിയിലുള്ള അസുഖങ്ങൾ വന്ന് നമ്മുടെ സമയത്തിന് മുൻപേ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോകേണ്ട അവസ്ഥ നമുക്കുണ്ടാവും. അത് നിങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കുകയും ജീവിതത്തിൽ ഒരിക്കലും തന്നെ യാതൊരു തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളും ഉപയോഗിക്കില്ല എന്ന് ശപഥം ചെയ്യുകയും വേണം. നമുക്കറിയാം അതിന്റെ ഭാഗമായാണ് ഇത്തരം അസംബ്ലികളും ഇത്തരം പ്രതിജ്ഞകളും ഒക്കെ നിങ്ങളെ മുന്നെടുപ്പിക്കുന്നത്. അതുകൊണ്ട് എല്ലാ കുട്ടികളും ഈ ചൊല്ലിയ പ്രതിജ്ഞ മനസ്സിൽ എന്നും സൂക്ഷിക്കേണ്ടതും അതനുസരിച്ച് പ്രവർത്തിക്കേണ്ടതുമാണ് എന്ന് നിങ്ങളോട് പ്രത്യേകം ഓർമ്മിക്കുകയാണ്. ലേൺ ഫ്രം യെസ്റ്റർഡേ, ലിവ് ഫോർ ടുഡേ ആൻഡ് ഹോപ്പ് ഫോർ ടുമോറോ. ഇതായിരിക്കണം നമ്മുടെ ഒരു കൊട്ടേഷൻ. അത് ആൽബർട്ട് ഐൻസ്റ്റീന്റെ കൊട്ടേഷനാണ്, എന്റെ കൊട്ടേഷൻ അല്ല. വളരെ അർത്ഥവത്തായ കുട്ടികൾക്ക് ഏറ്റവും മോട്ടിവേഷൻ നൽകുന്ന ഒരു കൊട്ടേഷനാണ്. എന്താണ്? ലേൺ ഫ്രം യെസ്റ്റർഡേ. നമ്മുടെ ഇന്നലകളിൽ കൊണ്ട് നമ്മൾ പഠിക്കണം. ഇന്ന് നമ്മൾ ജീവിക്കണം. ലിവ് ഫോർ ടുഡേ. എന്താണ് ഇന്ന് നമ്മൾ ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്കൂളാണ് നിങ്ങളുടെ, സ്കൂളിൽ വരിക എന്നുള്ളതാണ് നിങ്ങളുടെ ജീവിതം. നിങ്ങൾക്ക് 3 കാര്യങ്ങളാണ് ഒരു ദിവസം ചെയ്യാനുള്ളത്. അതൊന്നും പഠിക്കുക, മൂന്നാമതും പഠിക്കുക എന്നുള്ളതാണ്. ആ 3 കാര്യങ്ങൾ എപ്പോഴും നിങ്ങൾ മനസ്സിൽ ഓർക്കണം. അത് ഒരേ കാര്യമാണ്. നമ്മൾ എന്നും ലേൺ ചെയ്തുകൊണ്ടിരിക്കണം. എല്ലാവർക്കും ചിലപ്പോൾ ഒരുപോലെ പഠിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലിവ് ഫോർ ടുഡേ. നമ്മൾ അതിന് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക. അതുപോലെ നമുക്ക് എപ്പോഴും പ്രതീക്ഷകൾ ഉണ്ടാവണം. പ്രതീക്ഷകളുള്ള അധ്യാപകർക്ക് മാത്രമേ ഒരു നല്ല സമൂഹത്തിന് വാർത്തെടുക്കാൻ പറ്റൂ. അപ്പൊ ഞങ്ങൾക്കൊക്കെ പ്രതീക്ഷകളുണ്ട് നിങ്ങളിൽ. നിങ്ങൾ ഇന്ന് അല്ലെങ്കിൽ നാളെ നല്ല മാർക്ക് വാങ്ങി വരുമെന്ന്. അപ്പോൾ ആ ഒരു ചിന്തയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ജയ് ഹിന്ദ്.